MEC7 എന്ന പേര് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ഉയർന്നുവരുന്നത് ആരോഗ്യം, സമൂഹം, വിവാദങ്ങൾ എന്നീ പദങ്ങളാണ്. മലപ്പുറം ജില്ലയിൽ തുടക്കം കുറിച്ച ഈ വ്യായാമ രീതി കേരളത്തിലും പുറത്തും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വ്യാപകമായി. എന്നാൽ ഇതിനൊപ്പം തന്നെ MEC7 കുറിച്ചുള്ള നിരവധി വിവാദങ്ങളും ഉയർന്നുവന്നു. MEC7 എന്താണ്? മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന MEC7 യോഗ, എയ്റോബിക്സ്, ഫിസിയോതെറാപ്പി, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യുപ്രഷർ, ഡീപ് ബ്രീത്തിങ് തുടങ്ങി 21 വ്യത്യസ്ത വ്യായാമങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സംയോജിത രീതിയാണ്. ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ഈ വ്യായാമ രീതി ദിവസം 20 മിനിറ്റ് മാത്രം വേണ്ടിവരുന്നതിനാൽ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമാണ്. ശരീരത്തിനും മനസ്സിനും ഒരുമിച്ച് ഗുണം ചെയ്യുന്ന ഒരു വ്യായാമ രീതി എന്ന നിലയിൽ MEC7 വളരെ പെട്ടെന്ന് ജനപ്രിയമായി. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് സാമൂഹിക ബന്ധം സ്ഥാപിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിച്ചു. മലപ്പുറം ജില്ലയിൽ മാത്രം 1000ഓളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഇതിന്റെ പ്രചാരത്തെ സൂചിപ്പിക്കുന്നു. MEC7 വളർച്ചയ്ക്കൊപ്പം വിവാദങ്ങളും ഉയർന്നുവന്നു. ചില സംഘടനകൾ ഇതിനെ ഒരു തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി കാണുന്നു. MEC7 പോലുള്ള വ്യായാമ കൂട്ടായ്മകളെ ദുരുപയോഗം ചെയ്ത് ചിലർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം. MEC7 ഗുണങ്ങളും ദോഷങ്ങളും. ഗുണങ്ങൾ: ശാരീരികവും മാനസികവുമായ ആരോഗ്യം, സമൂഹബോധം, സമ്മർദ്ദം കുറയ്ക്കൽ, എല്ലാ പ്രായക്കാർക്കും അനുയോജ്യം. ദോഷങ്ങൾ: വിവാദങ്ങൾ, ശാസ്ത്രീയ പിന്തുണയുടെ അഭാവം. ചില സംഘടനകളുമായി ബന്ധപ്പെടുത്തി കാണുന്നത് MEC7 ഒരു വ്യായാമ രീതിയേക്കാൾ അപ്പുറത്താണ്. ഇത് ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്. എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്നുവരുന്ന വിവാദങ്ങൾ അതിന്റെ പ്രചാരത്തെ ബാധിക്കുന്നുണ്ട്. MEC7 പോലുള്ള വ്യായാമ രീതികൾ നല്ലതാണെങ്കിലും അതിന്റെ പേരിൽ ആരും തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത്.